ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻഗണന നൽകിയ ഭരണകാലമാണ് പൂർത്തിയാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഉദുമ ഗവൺമെന്റ് കോളേജിനായി പണിത 3 നില അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനും നവീകരണത്തിനും ഏറെ മുൻഗണന നൽകിയ ഭരണകാലമാണ് പൂർത്തിയാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഉദുമ ഗവൺമെന്റ് കോളേജിന് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 837 ലക്ഷം രൂപ ചെലവിൽ പണിത 3 നില അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവകേരള ഭാഗമായി കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിന് സർക്കാരും സമൂഹവും പ്രതിജ്ഞാബദ്ധതയോടെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ആ ഉദ്യമത്തിന്റെ പതാകവാഹകരായി നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുൻഗണനാ മേഖലയായിട്ടാണ് സർക്കാർ കണ്ടത്. സർക്കാരിന്റെ ആദ്യത്തെ 4 വർഷക്കാലം കൊണ്ട് തന്നെ 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിക്കപ്പെട്ടു. അതിന് 2000 കോടി രൂപയിലധികം നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ടാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ കലാലയങ്ങളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന വികസന രംഗത്ത് ഇത്രയേറെ മുൻപോട്ട് പോയ കാലം അറിയില്ല. അതുപോലെ അക്കാദമിക ഉള്ളടക്കത്തിലും വിപ്ലവാത്മകമായ മാറ്റം വരുത്താനാകും വിധമാണ് ഹയർ എഡ്യൂക്കേഷന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യം എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു സമഗ്ര കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപം നൽകുകയും അതിനെ ആധാരമാക്കി കൊറിയർ യുജി പ്രോഗ്രാം വിജയകരമായിട്ട് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഈ സർക്കാരിന്റെ ആദ്യ 4 വർഷക്കാലം 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിനിയോഗിച്ചത്. സാങ്കേതിക കലാലയങ്ങളിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന നൈപുണ്യ അന്തരം നികത്തുന്നതിനും ക്യാമ്പസും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇന്നവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും പ്രത്യേകം പ്രാധാന്യം നൽകി. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സാധിച്ചു. കലാലയങ്ങളുടെയും സർവകലാശാലകളുടെയും പശ്ചാത്തല വികസനത്തിനും വലിയ മുന്നേറ്റമുണ്ടാക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിൽ ആഭിമുഖ്യം വളർത്താനും സംരംഭകത്വ താല്പര്യങ്ങൾ വളർത്താനും ഒരു ഭാഗത്ത് പരിശ്രമിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാട്, ഇത് ആണ് ഈ കൊറിയർ യുജി പ്രോഗ്രാമിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത്. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി സംബന്ധിച്ചു. മുൻ MLA K കുഞ്ഞിരാമൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന, വൈസ് പ്രസിഡന്റ് K റഷീദ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K മണികണ്ഠൻ, പള്ളിക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ശാന്ത, പഞ്ചായത്ത് അംഗം T മാധവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മധു മുതിയക്കാൽ, രവീന്ദ്രൻ കരിച്ചേരി, KA ബക്കർ, പ്രദീപ് കൂട്ടക്കനെ, മൊയ്തു ഹദ്ദാദ്, കോളേജ് യൂണിയൻ ചെയർമാൻ S ശ്യാംകുമാർ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ VV സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് വേണുഗോപാലൻ, IQAC കോർഡിനേറ്റർ K ബിന്ദു എന്നിവർ സംസാരിച്ചു. കിഡ്കോ സീനിയർ കൺസൾട്ടന്റ് K ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരാറുകാരനായിരുന്ന അന്തരിച്ച പവിത്രന് വേണ്ടി ഭാര്യ മാധവിയമ്മയെ MLA ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KG മകേഷ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനയ് ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.